നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടമുട്ടം സരസ്വതി വിലാസം സ്കൂളിന്റെ 97ാം വാർഷികവും ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള എൻഡോമെന്റ് വിതരണവും ഇന്നലെ നടന്നു. PTA പ്രസിഡന്റ് അബ്ദുൾ മജീദിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി മലയാള ചലച്ചിത്ര ചരിത്രകാരൻ സതീഷ് കുമാർ വിശാഖപട്ടണം ഉദ്ഘാടനം ചെയ്തു. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ വിശിഷ്ടാതിഥിയായിരുന്നു. സാഹിത്യകാരൻ ജയരാജ് മിത്ര മുഖ്യപ്രഭാഷണം നടത്തി. വലപ്പാട് AEO KV അമ്പിളി എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. ചടങ്ങിൽ ആൽഫയുടെ വോളണ്ടിയർ കൂടിയായ യുവ കർഷക NA സുമയ്യയെ ആദരിച്ചു. ആൽഫ ചെയർമാൻ, ട്രസ്റ്റിമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ ഡയറക്ടർമാർ, ഡോക്ടർമാർ, വിവിധ സെന്ററുകളിലെ ഫിസിയോതെറാപ്പിസ്റ്റുമാർ, നഴ്സിംഗ് സൂപ്പർവൈസർമാർ, ആൽഫ തറവാട്ടിലെ പ്രധാന ചുമതലകൾ നിർവഹിക്കുന്നവർ എന്നിവരുടെ പ്രത്യേക യോഗം നാളെ എടമുട്ടം ഹോസ്പിസിൽ നടക്കും. സേവനങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ ചർച്ച ചെയ്യുന്നതിനും സമയബന്ധിതമായി നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗരേഖകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായാണ് സുപ്രധാന യോഗം ചേരുന്നത്. ആൽഫ മൂവാറ്റുപുഴ സെന്റർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം നാളെ 3 മണിക്ക് മാർക്കറ്റിന് സമീപമുള്ള ആൽഫയുടെ സെന്ററിൽ നടക്കും. സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടന്നുവരികയാണ്. മാർച്ച് ആദ്യവാരത്തോടെ ഹോം കെയർ പ്രവർത്തനം തുടങ്ങുന്നതിനും ഔദ്യോഗിക ഉദ്ഘാടനം ഏപ്രിലിൽ നടത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്നതിനും വേണ്ടിയുള്ള സുപ്രധാന യോഗമാണ് നാളെ നടക്കുന്നതെന്ന് പ്രസിഡന്റ് വിൽസൺ കുരിശിങ്കൽ, സെക്രട്ടറി അഷ്റഫ് മാണിക്യം, ട്രഷറർ വിനയകുമാർ എന്നിവർ അറിയിച്ചു. ആൽഫ ചാരിറ്റബിൾ ട്രസ്റ്റ് നിർധന കുടുംബങ്ങൾക്ക് നൽകി വരുന്ന പ്രതിമാസ പെൻഷൻ പദ്ധതിയിലെ പുതിയ അപേക്ഷകരുമായുള്ള കൂടിക്കാഴ്ച ഇന്നലെ നടന്നു. ചെയർമാൻ KM നൂറുദ്ദീൻ ഓരോരുത്തരുടെയും കുടുംബ വിവരങ്ങൾ ചോദിച്ചറിയുകയും റിപ്പോർട്ടുകൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെടാൻ അർഹരായവരെ ഉൾപ്പെടുത്തുകയും ചെയ്തു. 1994 ആരംഭിച്ച പെൻഷൻ പദ്ധതിയിൽ നിലവിൽ 323 കുടുംബങ്ങൾക്ക് പ്രതിമാസ പെൻഷൻ നൽകി വരുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.